നമസ്തേ. ഇത് റിയാലിറ്റി ഷോകളുടെ കാലമാണ്. നല്ല പെർഫോമൻസ് ഇല്ലാത്തവർ എലിമിനേറ്റ് ചെയ്യപ്പെടും. സഭാപരിസരങ്ങളിലും പെർഫോമൻസിനാണ് ഇപ്പോൾ പ്രാധാന്യം. അപ്പിയറൻസിനും മാർക്കുണ്ട്. ശക്തിപ്രകടനങ്ങളും ഭക്തിപ്രകടനങ്ങളും വർദ്ധിക്കുന്നു. അയൽവക്കത്തെ പള്ളികളിലെ വിശുദ്ധന്മാർ ചെണ്ടകൊട്ടി മത്സരിക്കുന്നു. ഊനമില്ലാത്ത കാഴ്ചയപ്പത്തേക്കാൾ പ്രാധാന്യം മറ്റ് പലതിനുമാകുന്നു. മൈക്ക് സ്റ്റാൻഡിന് പകരമായി തീരുന്ന ചില തിരുപ്പട്ടങ്ങൾ. ചിലരാകട്ടെ നാമവിശേഷണങ്ങൾ ദിനംപ്രതി കൂട്ടി സങ്കരയിനം ടൈറ്റിലുകളുമായി ഫ്ലക്സിന്റെ വീതി കൂട്ടുന്നു. പിന്നെ തലപ്പാവിന്റെ നിറഭേദങ്ങൾ വേറെ. ജനങ്ങൾ എന്നെക്കുറിച്ച് എന്തു പറയുന്നുവെന്ന് നമ്മൾ ഒരു വട്ടം പോലും സ്വയം ചോദിക്കാത്തതെന്തേ? സത്യമായും ദൈവമേ, വിനയത്തോടെ പ്രാർത്ഥിക്കാൻ ഞങ്ങൾ മറന്നു തുടങ്ങിയിരിക്കുന്നു. ചരിത്രത്തിലെ എലിമിനേഷൻ റൗണ്ടുകളെക്കുറിച്ച് തമ്പുരാന്റെ തന്നെ വാക്കുകൾ ലൂക്കോസ് രേഖപ്പെടുത്തുന്നുണ്ട്. ഒന്നാമത്തെ എലിമിനേഷൻ റൗണ്ട് നോഹയുടെ കാലത്താണ്. ഓരോരുത്തനും താന്താന്റെ വഴി വഷളാക്കിയ കാലം. ദൈവത്തെ മറന്ന സെക്യുലറിസത്തിന്റെ കാലത്ത് ജലപ്രളയം കൊണ്ട് ഒരു എലിമിനേഷൻ. രണ്ടാമത് തിന്നും കുടിച്ചും വിറ്റും നട്ടും പണിതും പോന്ന ലോത്തിന്റെ കാലം. കൺസ്യൂമറിസത്തിന്റെ അക്കാലത്ത് അഗ്നിപ്രളയം കൊണ്ടൊരു എലിമിനേഷൻ. ഇനി ഒന്നുകൂടിയുണ്ട്, മനുഷ്യപുത്രന്റെ രണ്ടാം വരവിൽ. പക്ഷെ നമ്മുടെ ആകുലത ഇവയെക്കുറിച്ചൊന്നും അല്ലെന്നതാണ് ഏറ്റവും കൗതുകകരം. നമ്മുടെ ഭാരമത്രയും ഇക്കാലത്തെ സംഘടനാപരമായ നിലനിൽപ്പിനെക്കുറിച്ച് മാത്രമാണ്. ഫ്രാൻസിസ് പാപ്പ പറഞ്ഞ മാതിരി മുയലുകളെപ്പോലെ എണ്ണം വർദ്ധിപ്പിച്ചിട്ട് എന്ത് കാര്യം? കൂടെയുള്ള ചെറിയ ഇടയന്മാർക്ക് പോലും അതിന്റെ അർത്ഥം മനസ്സിലാവുന്നില്ല. നമുക്കായി കരുതി വച്ചിരിക്കുന്ന അവസാനത്തെ എലിമിനേഷൻ റൗണ്ടിൽ മിനുക്ക് പണികൾ നടത്തിയ വംശാവലികളുടെ പെരുപ്പമല്ല, നമ്മുടെ പെർഫോമൻസുകളുമല്ല നോക്കുന്നത്. പിന്നെയോ പെർഫെക്ഷനിലേക്കുള്ള നമ്മുടെ ചുവടുവെപ്പുകളെയാണ്. ബി പെർഫെക്റ്റ് ആസ് യുവർ ഹെവൻലി ഫാദർ ഈസ് പെർഫെക്റ്റ് എന്നാണ് തിരുവെഴുത്ത്. ക്രിസ്തീയ പരിപൂർണതയ്ക്കാണ് നമ്മുടെ പ്രാർത്ഥനകൾ. നിസായിലെ വിശുദ്ധ ഗ്രിഗറിയുടെ വാക്കുപോലെ സൽഗുണപൂർണതയിലേക്കുള്ള പ്രയാണം നിത്യമായ ഒരു പുരോഗമനമാണ്. കാരണം ദൈവം നന്മയുടെ പൂർണതയും അതേസമയം നിത്യനുമാണ്. അപ്പോൾ പൂർണതയിലേക്കുള്ള ഓരോരുവന്റെ യാത്രയും നിത്യമായ പുരോഗതിയാണ്. മഹാനായ പൗലോസ് പറയുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലക്ഷ്യത്തിലേക്കുള്ള ഓട്ടമാണ് അത് എന്ന്. ഇത് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും തുടരുന്ന പുരോഗമനമാണ്. മനുഷ്യ അസ്തിത്വത്തിന്റെ ഈ ആത്യന്തിക ഭാഗതയെ മറന്നുകൊണ്ടുള്ള നമ്മുടെ പെർഫോമൻസുകൾ മനുഷ്യരെ മാത്രമല്ല, ദൈവത്തെ കൂടെ വല്ലാതെ ബോറടിപ്പിക്കുന്നുണ്ടാവും സുഹൃത്തെ. ആദരവോടെ സഖേറോ.